നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നു ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ച്. ദ്വിഗ്രഹ യോഗങ്ങൾ നാം സംസാരിച്ചു. ത്രിഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിനം വരെ ആദ്യത്തിനുണ്ടാക്കുന്ന സൂര്യനുണ്ടാക്കുന്ന ത്രിഗ്രഹ യോഗങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ചന്ദ്രനുണ്ടാക്കുന്ന ത്രിഗ്രഹ യോഗങ്ങളാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ആദ്യമായി ചന്ദ്രനും ചൊവ്വയും ബുധനും ഉണ്ടാക്കുന്ന ഒരു ത്രിഗ്രഹ യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. പാപകരാ ജായന്തേ നീചാചാരാഹ സുഹൃസ്വജനഹീനാഹ ആജീവിനശ്ച പുരുഷാഹ ശശാങ്കബുധ ഭൂമിജൈ സഹിതൈഹി. ശശാങ്കൻ ചന്ദ്രൻ, ബുധൻ, ഭൂമിജൻ ചൊവ്വ, ഇവർ മൂന്ന് പേരും സഹിതൈഹി ഒന്നിച്ചു വന്നാൽ, ത്രിഗ്രഹ യോഗത്തിൽ വന്നാൽ ആ വ്യക്തി ആരായിത്തീരും? പാപകരാഹ, പാപകർമ്മങ്ങൾ ചെയ്യുന്നവരായി ഭവിക്കുന്നു. അവർക്ക് പാപവാസന, പാപരതി ഉണ്ടാകുമെന്നാണ് അർത്ഥം. അപ്രകാരം തന്നെ ആ വ്യക്തികൾ നീചാചാരങ്ങളിൽ മുഴുകുന്നു. ആരും ചെയ്യാത്ത, ഉചിതമല്ലാത്ത നീചമായ കർമ്മങ്ങൾ ചെയ്യും. നമുക്ക് ജ്യോതിഷത്തിലും മാന്ത്രിക വിഷയത്തിലുമൊക്കെ അപ്രകാരമുള്ള ധാരാളം മന്ത്രവാദികളെ നമുക്ക് കാണാം. അതിനാൽ ശത്രുദോഷങ്ങൾ, ആഭിചാര ക്രിയകൾ, അതൊക്കെയാണ് നീചാചാരങ്ങൾ. ഈ യോഗമുണ്ടെങ്കിൽ പാപരതി ഉണ്ടാകും. അപ്പോൾ ഏത് രീതിയിലും ഒരിക്കലും മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കുൽസിതമായ മാർഗങ്ങൾ, കുൽസിതമായ പ്രവൃത്തികൾ, അതിലൂടെ ധാരാളം ധനം സമ്പാദിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥം അറിയുന്നത്. സുഹൃത് സ്വജനഹീനാഹ എന്നൊരു ഫലവും പറഞ്ഞിരിക്കുന്നു. ഇവർക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകില്ല, സ്വന്തം ബന്ധുക്കളും ഉണ്ടാകില്ല. അതിനാൽ ഇവരുടെ വിഷയം മുഴുവനും മറ്റുള്ളവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരെന്ന അർത്ഥം. പിന്നെ മറ്റൊരു വിഷയം പറഞ്ഞിരിക്കുന്നത് ആ ജീവനശ്ച പുരുഷാഹ എന്നാണ്. ഈ പുരുഷന്മാർ പ്രവ്രാജ്യ, ഒരുതരം സന്യാസയോഗവും പുലർത്തുന്നവരാണ്. അതിനാൽ പലപ്പോഴും ഇവരുടെ ഈ ആചാരക്രമങ്ങളിലുള്ള വൈപരീത്യവും സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അകന്നുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ എന്തുണ്ടാകാം? അങ്ങേറ്റം പാപരതിയും കുൽസിത മാർഗങ്ങളും, മറ്റുള്ളവരെ അകറ്റി നിർത്തുമ്പോൾ വരുന്ന തങ്ങളുടെ ഇരകൾ, അവരോടുണ്ടാകുന്ന സമീപനവും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു ശ്രദ്ധിക്കേണ്ടുന്ന അപകടകാരിയായ ഒരു ത്രിഗ്രഹ യോഗമാണിതെന്ന് മനസ്സിലാക്കുക. നമസ്തേ.